യാത്ര ചെയ്യുന്നതാണ് ഹാപ്പിനെസ്. വേറൊരാൾ പറഞ്ഞ് നല്ല ഫുഡ് കഴിക്കുമ്പോൾ ഹാപ്പിനെസ് ഉണ്ടാവും. പിന്നെ ഒരാൾ പറഞ്ഞ് കാമുകിയോ വൈഫിനോടോ സംസാരിക്കുമ്പോഴോ ഒക്കെ ഹാപ്പിനെസ് ഉണ്ടാവും. പിന്നെ മൃഗങ്ങളെ പരിപാലിക്കുമ്പോൾ ഹാപ്പിനെസ് ഉണ്ടാകുന്നവരുണ്ട്. അതായത് കൃത്യമായിട്ട് അതിന്റെ ഒറ്റ വാക്കിലൊരു ഉത്തരവുണ്ട്. അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ചെയ്യുമ്പോൾ നമുക്ക് ഹാപ്പിനെസ് ഉണ്ടാവുന്നു. അതാണ് എന്റെ കാര്യം. ഇതിനെല്ലാം ഉപരി ഒരു കാര്യമുണ്ട്. ഞാൻ പറഞ്ഞ ഈ ഹാപ്പിനെസ്, ഒരു വളർത്തു മൃഗത്തിനെ മേടിക്കണമെങ്കിൽ പണം വേണം, യാത്ര ചെയ്യണമെങ്കിൽ പണം വേണം, ഫുഡ് കഴിക്കണമെങ്കിൽ പണം വേണം, കാമുകിയായിട്ട് ഉല്ലസിക്കണമെങ്കിലും പണം വേണം, അവളുമായിട്ടൊരു കോഫി ഷോപ്പിൽ പോകണമെങ്കിലും പണം വേണം. പിച്ചക്കാരന് ഒരു പിച്ച എടുത്ത് നടക്കുന്നിടത്ത് കാമുകി ഉണ്ടാവില്ല. എന്താണ്? പണമാണ്. പണമില്ലെങ്കിൽ ഒരു ഹാപ്പിനെസ്സും ആർക്കും ഉണ്ടാവില്ല. അങ്ങനൊന്നുമില്ല. ഉണ്ട്. പണമില്ലെങ്കിൽ ഒരു ഹാപ്പിനെസ്സും ഇല്ലെന്നേ. നമ്മളങ്ങനെ പണം ഉപയോഗിച്ച് ശീലിച്ചിട്ടുള്ളതുകൊണ്ടാ. എടാ, എന്ത് കാര്യത്തിനും പണം വേണ്ടേ? പണം ഇല്ലാതെ ഒന്നും മേടിക്കാനോ ഒന്നിനും പറ്റില്ലല്ലോ. അപ്പൊ ആത്യന്തികമായി പറഞ്ഞാൽ പണമാണ് ഹാപ്പിനെസിന്റെ ഉറവിടം. എനിക്കെല്ലാം ഞാൻ അഡാപ്റ്റീവ് ആണ്. ഏത് ഭക്ഷണം വെള്ളം കഴിക്കും. അഡാപ്റ്റീവ് ആണ്. എനിക്കത് ഒറ്റ വാക്കിൽ ഉത്തരം. ചിലപ്പോൾ നമുക്ക് തോന്നും കപ്പയും മീൻ, ചിലപ്പോൾ പൊറോട്ട ബീഫാന്ന് തോന്നും, ചിലപ്പോൾ ബിരിയാണിന്ന് തോന്നും, ചിലപ്പോൾ അൽഫാമാന്ന് തോന്നും, ചിലപ്പോൾ നമുക്ക് തോന്നും കോഫിയാണെന്ന് തോന്നും. അങ്ങനെ ഉള്ളൂ. നമ്മുടെ മെമ്മറി നിൽക്കുന്ന ഭക്ഷണമല്ല നമ്മുടെ ഏറ്റവും നല്ല. മെമ്മറി നിൽക്കുന്ന അങ്ങനൊന്നുമില്ല. എനിക്കെല്ലാം ഇഷ്ടമായതുകൊണ്ട് അങ്ങനെ മെമ്മറി ഒന്നും. നമ്മളൊരു ഫുഡ് കഴിക്കുമ്പോൾ അതിന് നമുക്ക് മെമ്മറി ഉണ്ടാവല്ലോ. അതായത് നമ്മൾ ആവർത്തിച്ച് കഴിക്കാൻ ആഗ്രഹിക്കുന്നതെന്നായിരിക്കും ഉദ്ദേശിക്കുന്നല്ലേ? അതെ, അതാണ് ഞാൻ പറഞ്ഞത്. ആവർത്തിച്ച് കഴിക്കാൻ ആഗ്രഹിക്കുന്ന നമ്മൾ ഏറ്റവും കൂടുതൽ ചെറുപ്പം തൊട്ടേ കഴിച്ച് ശീലിച്ചുള്ള, ഇഷ്ടപ്പെട്ട് കഴിച്ച് ശീലിച്ചുള്ള സാധനമായിരിക്കും ആവർത്തിച്ച് കഴിക്കാൻ. കാരണം അത് നമുക്ക് എപ്പോഴും മിക്കാറും വല്ല കപ്പയും മീൻകറിയോ ചോറ് മീൻകറിയൊക്കെ ആയിരിക്കും. ആയിരിക്കണം. എനിക്കറിയില്ല, എന്നാലും എനിക്ക് അങ്ങനൊന്നുമില്ല. മെക്സിക്കൻ ഫുഡാണ് മെക്സിക്കൻ ഫുഡ്, ചൈനീസ് ആണ് ചൈനീസ്, കോണ്ടിനെന്റൽ ആണ് കോണ്ടിനെന്റൽ, നാടനാണ് നാടൻ, തമിഴാണ് തമിഴ്, വെജിറ്റേറിയൻ ആണ് വെജിറ്റേറിയൻ, എല്ലാം കഴിക്കാൻ ഇഷ്ടമാണ്. എനിക്ക് ആവർത്തിച്ച് കഴിക്കാൻ ഇഷ്ടമുള്ളതും എന്റെ മെമ്മറി തങ്ങിയിരിക്കുന്നത് എന്റെ കേസ് പറയാൻ എന്റെ അമ്മ ഉണ്ടാക്കിയ ഫുഡാണ്. ഞാൻ തന്നെ പറഞ്ഞ കപ്പയും മീൻകറിയും ചോറും മീൻകറിയൊക്കെയാണെന്ന് പറഞ്ഞു. കുട്ടിക്കാലത്ത് പൊതി കെട്ടി തരില്ല ചോറ്, ഗ്ലാസ് കൊണ്ട് ചോറ്. പക്ഷെ അന്നൊക്കെ പൊതി കെട്ടിയ സാധനം കൊണ്ട് സ്കൂളിലോ കോളേജിലോ പോകുമ്പോൾ വെറുത്തായിരിക്കും കഴിക്കുന്നത്. വേറെ കാര്യം അല്ല, അന്ന് വെറുത്ത് കഴിച്ചാണെങ്കിൽ പിന്നീട് നിങ്ങൾ പറഞ്ഞാൽ ശരിയായിരിക്കാം. പക്ഷെ ഇപ്പൊ എനിക്ക് ഇപ്പൊ കാരണം ഇപ്പൊ അതിന് നൊസ്റ്റാൾജി ആയിരിക്കും. കാരണം നമുക്ക് അതിനേക്കാൾ മോശം ഫുഡുകൾ കഴിക്കുമ്പോൾ നമുക്ക് തോന്നും അതായിരുന്നു നല്ലതെന്ന് തോന്നും. അതായിരിക്കും കാര്യം. അന്ന് അതിന്റെ വില അറിയത്തില്ല, അത്രേ ഉള്ളു കാര്യം. അന്നെ വാല്യൂ അറിയില്ല. അതുകൊണ്ടാണല്ലോ നമ്മളിപ്പം ഇലപ്പൊതി ചോറൊക്കെ മേടിച്ച് കഴിക്കുന്നതിന് കാരണമാണല്ലോ. പണ്ട് ഇലപ്പൊതിയിലല്ലേ കൊണ്ടുവന്നേ. അല്ല, എനിക്കൊന്നും അങ്ങനെ നമ്മൾ ചെറുപ്പം തൊട്ടേ ആവർത്തിച്ച് കഴിച്ചിട്ടുള്ള സാധനമായിരിക്കണം ഏറ്റവും കൂടുതൽ നമുക്ക് ഇഷ്ടമുള്ള സാധനം എനിക്ക് തോന്നുന്നു. അൽഫാം കുഴിമന്തിയൊക്കെ പിന്നെ ആ ഉത്തരം അവർ ചോദിക്കാൻ ആലോചിക്കാതെ പറയുന്ന ഉത്തരങ്ങളാണ് അതൊക്കെ. ഒന്നാമത്തെ കാര്യം, നമ്മളെ ചുറ്റുപാടുള്ള ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ അവരില് ഒരു 75% ആൾക്കാരും ബ്രെയിൻ ഉപയോഗിച്ച് ചിന്തിക്കാൻ തയ്യാറാവുന്നില്ല, മടിയാണ്, നമ്മളൊന്നും ആലോചിക്കുന്നില്ല. അതായത് ചിന്തിച്ചൊരു ശീലം ഉണ്ടാവണം. ചിന്താശീലം എന്നൊരു സാധനമുണ്ട്. ആ സാധനം പലർക്കും ഇല്ല. അവര് ബ്രെയിനിന്റെ ഒരു നാച്ചുറലായ സാധനം, ബ്രെയിനെ പണിയെടുപ്പിക്കുന്നില്ല. ബ്രെയിൻ ചുമ്മാ ഇങ്ങനെ തരുന്ന സാധനം ഉണ്ടല്ലോ, പെട്ടെന്ന് തോന്നും മെമ്മറി കിടക്കുന്ന സാധനം എടുത്തങ്ങ് പറയുന്നേ ഉള്ളൂ. അതല്ല, ബ്രെയിനകത്ത് കോഗ്നിറ്റീവായിട്ടുള്ള പോർഷൻ ഉപയോഗിച്ച് ചിന്തിക്കണം.